ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് വരട്ടിയതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ 1 കപ്പ് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റി ഒരു 6 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറി വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ബീഫിന്റെ വെള്ളമൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമെല്ലാം വറ്റി നമ്മുടെ ബീഫ് നന്നായിട്ട് കറുത്ത് വരണം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ എന്തേ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് വരട്ടിയത് തയ്യാറായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ മാറി വരണ്ടു വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉണക്കക്കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെയാണ് കേട്ടോ ഞാനിത് കഴിക്കുന്നത്. ബീഫ് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം, മീരാ കൃഷ്ണൻ.